നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് എന്ത് പരിപാടി മുതലേ? ഇന്ന് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാം. ആരുടെ മേക്ക് ഓവർ? രണ്ടുപേരല്ലേ, ഏറ്റവും ഓൾറെഡി ചെയ്തല്ലോ. അല്ല, അത് മാത്രല്ല, മൃദുലയ്ക്ക് ഫുള്ള് അന്നത്തെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കുറെ പുതിയ മൃദുല അന്നേ പറയും എനിക്ക് തിരുമ്പി വരണം, തിരിച്ചു വരണം. മൃദുലയുടെ വിളി വന്ന് രണ്ട് ചെല്ലെടുക്ക് തിരുമ്പി വിളിയാ. അതെന്തൊരു വിളി? നമ്മള് രാവിലെ ദേ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തോണ്ടിരിക്കട്ടാ. നീ ഇന്റർവ്യൂ എടുക്കാൻ സമ്മതിക്കൂലടി? കുളിപ്പിക്കാൻ പോവാ. ഇന്ന് ഞാനും അവനും ഫ്രണ്ടിലൊക്കെ രാവിലെ വന്ന് ഉറക്കൊക്കെ എണീറ്റിട്ട് തന്റെ സിറ്റൗട്ടിലൊക്കെ വന്നിരുന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് രണ്ടൊന്ന് സെൽഫിയൊക്കെ കാച്ചി നമ്മളിങ്ങനെ ചില്ലായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിയപ്പോൾ നമ്മള് തൊട്ടിലെ കൊണ്ട് കിടത്തി ഇങ്ങനെ ആട്ടിയിട്ടിരിക്കും. തലയിൽ എങ്ങനെ എന്തോ ഇങ്ങനെ പൊരിപ്പ് അതങ്ങനെ വരുന്നത്. പിള്ളേർക്ക് തല ഉറക്കുമ്പോ അത് മാറോ? ഇത്ര ദിവസം ഇല്ലായിരുന്നു. ഇപ്പോഴാ വരുന്നത്. ചില പിള്ളേർക്ക് ജനിക്കുമ്പോ തൊട്ടേ കാണും. അവനിപ്പോ 3-4 ദിവസം ആയുള്ളൂ വന്നിട്ട്. ഇങ്ങനെ അതൊക്കെ മാറൂലേ? കരയാതടാ, നമുക്കിന്ന് കറങ്ങാൻ പോവാം. ഓ ഇല്ല, അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ട്രാവലിംഗ് ആണ്. അവന് കാറിൽ ഇരുന്ന ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഉറങ്ങിക്കോളും. കാറിൽ ഇരിക്കുന്നതിന് ഏറ്റവും ഇഷ്ടം. ഇല്ല, കഴിഞ്ഞു. വാ നമുക്ക് കുളിപ്പിക്കാം. നമ്മൾ ഈ സ്ലാബിൽ കിടത്തി ചേട്ടാ അവനെ കുളിപ്പിക്കുന്നേ. ഇതാകുമ്പോ മൃദുലേക്ക് കുനിയണ്ട, നിന്ന് കുളിപ്പിക്കുകയും ചെയ്യാം. സ്വിമ്മിംഗ് പൂൾ ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കുക. ആവണോ അല്ലേ? എന്തിനു പൊട്ട 2 മാസമായ കൊച്ചിന് സ്വിമ്മിംഗ് പൂളാ. കുടിച്ചൊക്കെ കഴിഞ്ഞല്ലോ, നമുക്കിന് പുതിയ കുപ്പായ ഇട്ടാലോ? ഇതായിരുന്നു ഭയങ്കര താമസമാ എവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ. ആദ്യം ഒരു പിരിയം വരച്ചേ, എന്നിട്ട് ഉണന്ന്, എന്നിട്ട് രണ്ടാമത്തെ ആവുന്നെ ഉറക്കിട്ടാ അടുത്തത് വരയ്ക്കുന്നത്. മാഡം, വെൽക്കം ടു അവർ ഷോപ്പ്. മാഡം പ്ലീസ് ഇറങ്ങൂ. പ്ലീസ് വെയിറ്റ്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഹോൾഡ് ദിസ് വൺ. കാറിൽ കയറി അപ്പ ഉറങ്ങും. നല്ല ഇല്ലേ ഉറങ്ങുന്ന? അതാ, പക്ഷെ വീട്ടിൽ കയറി അപ്പ കരച്ചിലുവാ. നീ തുടങ്ങിക്കോമ്പതില്ലേ? തുടങ്ങാനോ? ഞാനൊരു സൈഡിൽ നിന്ന് പോട്ടെ. ആഗ്രഹമുണ്ട്. ഇത് നടക്കൂല. അയ്യോ, എന്റെ വയറ് അത്രയല്ല, എനിക്ക് വയറുണ്ട്. ഇപ്പൊ വയറ്റില് കെട്ടാതൊക്കെ ഇപ്പൊ ഭയങ്കര വയറാ. കാക്കക്കോട്ടായല്ലോ. ഏതാ കാക്കക്കോട്ട്? അത് വേണ്ട. അതെന്തിനാ എനിക്ക്? ഞാൻ ഓഫീസ്. ഇതിന്റെ അകത്ത് വേറെ. അത് വേണ്ട. ഒരാളെങ്ങനെ ക്യാമറ വീഡിയോ പിടിക്കുന്നത് പഠിച്ചില്ലേ? നമ്മളെല്ലാം പഠിക്കും. അതാ, എല്ലാം പഠിച്ചേ പറ്റൂ. ഇത് കൊള്ളാവോ? കൊള്ളാം. ബ്ലാക്ക് ഇല്ലാത്ത കളറാണല്ലേ, ഫ്രഷ്. അല്ല കൊള്ളാം. ബ്ലാക്ക് എടുത്ത് അല്ല കൊള്ളാം. എന്റെ ബ്ലാക്ക് എടുത്ത് ഓർമ്മ. ബ്ലാക്ക് നല്ലതില്ലല്ലേ? ഇല്ല, സിമ്പിൾ ടോപ്പ്. സ്വന്തമായിട്ടും കുറഞ്ഞാൽ മതി. ഇതിനകത്ത് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യണോ? അതെ. വീട്ടിലിടാം, നാട്ടിലിടാം. വേണോ? വീട്ടിലും നാട്ടിലും ഞാൻ ഇട്ട് കാണിക്കാം എല്ലാം കൂടെ ഒന്നിച്ച്. അമ്മച്ചി എന്ത് പറയുന്നത്? അമ്മച്ചി ഫസ്റ്റ് വൺ. ഇത് ഗേൾസിന്റെ ഷർട്ടാ? കൊള്ളാം. മുതലേ ഷർട്ടൊക്കെ എടുത്തോ? കുറെ നാളായല്ലേ ഷർട്ടൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. കൊള്ളാം. ഇത് ഒരു ജീൻസ് ഇട്. എനിക്കൊന്ന് സ്മാള് മതിയെന്ന് തോന്നുന്നല്ലേ? നമ്മൾ നല്ല ഉരക്കമാണ്. ബ്ലാക്ക് ഒരെണ്ണം എടുത്തല്ലോ, അതിട്. വേണം. ഇതെടുക്കുവാണെങ്കിൽ ബ്ലാക്ക് നോക്കാം. വേണ്ട, ഇതിട്. അതാ നല്ലത്. അപ്പം പൊണ്ണാണേ, ഇത് അപ്പം പൊണ്ണാണേ, നമ്മൾ ഉറക്കമാണേ. ഇയാളെന്തോടെ കാണിക്കുന്നത്? നമ്മളിവിടെ വലിയ ചർച്ചയില്ല. പറ. അയ്യോ, ഇത് എന്തിന് പാന്റ്? ബാഗി. അടിയില് ഫിറ്റ് ഉള്ളത് വേണോ? ഇങ്ങനത്തെ വേണോ? ഇങ്ങനത്തെ ട്രെൻഡ് ഇപ്പം. പിന്നെ വള കിടക്കണം. പണ്ടൊക്കെ പെൻസിൽ ഫിറ്റ് ആയിട്ട് അടിച്ചോണ്ട് പോന്നായിരുന്നു. ഇപ്പം പണ്ടത്തെ ഫാഷനൊക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ. ഇപ്പം പണ്ടത്തെ ഫാഷൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ ജനിക്കുന്ന മുന്നത്തുള്ള ഫാഷൻ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കറക്റ്റ്. ആ പാന്റും ആ ഷർട്ടും കൂടി ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ വേറെ ലെവലായിരിക്കും. ജീൻസ് അല്ല, വേറെ ഒരുമാതിരത്തെ തുണി.
യോ പൊളി പൊളി പൊളി. കൊള്ളാം അപ്രൂവ്. നമ്മളിവിടെ അപ്രൂവ് അല്ലടി. മൃദുല തകർത്ത് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. വേണ്ട ഇവിടെ ഒരു ചാക്ക് ഇവിടെ താഴെ കൊണ്ട് വെച്ചിട്ടാണ് പോയത്. എടി ഇയാൾ എന്തുവാടെ ഈ കാണിക്കുന്ന ഇയാള്? ഞാൻ എത്രാമത്തേത്? കൈ നിറച്ച് ഡ്രസ്സ്, ഇനി സ്ഥലമില്ലല്ലോ ഇരിക്കാൻ. കൈ കഴക്കുന്ന സാധനം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിലിടാൻ കൊള്ളാം മൃദുല. അതൊക്കെ കൊള്ളാവോ? ആ വീട്ടിലിടാൻ. ഇത് ഇട്ട് നോക്കണമെങ്കിൽ ഇത് സെറ്റാണ്. ഇത് സെറ്റോട് അടിച്ചു വെച്ചേക്കുവാ. ആ സെറ്റോടെ എടുത്തോ. ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇതാണ്ട് ഉണ്ട്. ഈ സാധനം ഇവിടെ അടിച്ചു വെച്ചേക്കും. അത് അവിടെ കൊണ്ടുപോയി ഓഫ് പേ ചെയ്താലേ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തോ. ലാർജ് അല്ലേ? ലാർജ് അല്ലേ? ലാർജാ. ലാർജ് കേറൂ. ഞാൻ വലിച്ചു കയറ്റി. ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തിട്ട് വരാം. അവിടെ ഇരുന്നു ഇപ്പൊ ഇട്ടിട്ട് വരാം. വാ വാ വാ. ചെറുക്കൻ നല്ല ഉറക്കമാണ്. കിട്ടിയില്ല ഉറക്കമാണ്. ഇപ്പോൾ ഉണർന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഷോപ്പിംഗ് നടക്കില്ല, ഒന്നും നടക്കത്തില്ലായിരുന്നു. കുളിച്ച് കഴിഞ്ഞോണ്ടേ നല്ല ഉറക്കമാണ്. അയ്യോ അയ്യോ അയ്യോ. ഉമ്മ വെച്ചപ്പോൾ ഞെട്ടി. കാലിന്റെ അളവ് നോക്കുന്നേ. അയ്യോ അത്രയും വലിയ കാലമുള്ളവരുണ്ട് അല്ലേ? നോക്ക് മേലോട്ട് നോക്ക്. അയ്യോ 47. അത് ആരുടെ സൈസ്? അത് 47. മൃദുല ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് ചെരുപ്പിന്റെ സെക്ഷനിലോട്ട് വന്നു. കുറെ നാള് കൊണ്ട് ഞാൻ ചെരുപ്പ് വാങ്ങി. ആ ചെരുപ്പ് കൊള്ളാൻ മൃദുലേ. എന്നോട് കാണിച്ചാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. നൈസായിട്ടുണ്ട്. വില നോക്കി നമ്മൾ എടുക്കാവോ? എത്ര രൂപയാണ്? 500. 500. 500 രൂപയ്ക്ക് അത് കുഴപ്പമില്ല അല്ലേ? ഇട്ടോട്ടെ. വെള്ളയാണ് പെട്ടെന്ന് അഴുക്കാൻ. പക്ഷെ പറയുന്ന ആളെ എന്റെ ഷൂസ് കണ്ട. അത് കഴുകണം. അത് കുറെ നാളെ വിചാരിക്കും. മൃദുലയുടെ ഈ ഒരു ചെരുപ്പിന്നുള്ള മോചനം എന്താ ഇപ്പോഴാണ് കിട്ടണേട്ടാ. കാണില്ല, ആരും കാണില്ല. കണ്ടന്നെ അവര് വഴക്കും. എവളൊന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്കറിയാം ഏട്ടാ അതിനാ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ അത് നിങ്ങക്ക് ഇവിടെ ഇല്ല, നിങ്ങക്ക് മേളിലാണ്. നമുക്ക് മൃദുലയുടെ കാലിന്റെ ലുക്കേ അങ്ങ് മാറിയില്ലേ ഗൈസ്? മാറിയോ? അതുകൊണ്ട് ഒരു കൂട്ടി തെച്ച് വെച്ചേക്കോ. അങ്ങനെ ഇങ്ങനെ നടക്കാൻ പറ്റൂ? ഇങ്ങനെ കുരുങ്ങിടിച്ച് വീടല്ലേ? കൊള്ളാം. കംഫർട്ട് ഉണ്ടോ? ഇടാൻ കംഫർട്ട് ഉണ്ടോ? ഫാഷൻ മാത്രം. ചെരുപ്പ് നമ്മള് കംഫർട്ട് ഉണ്ടായാൽ മതി. അതെടുത്തോ. അതിനെക്കാട്ടി വൈറ്റ് ആണ്. പക്ഷെ അതും കൊള്ളാം. പക്ഷെ അത് അഴുക്കാവത്തില്ല കേട്ടാ. ഐ തിങ്ക് വൈറ്റിനെക്കാട്ടി ബെറ്റർ മറ്റേതല്ലേ? വൈറ്റ് പെട്ടെന്ന് അഴുക്കാവും. എന്തോന്നാ ഇത്? ഇത് വലിയ മലക്കറി വെട്ടി വെച്ചാൽ നമുക്ക് കുറെ വീട്ടിലിടാൻ ചെരുപ്പൂടെ ആയിട്ട് സെലക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അതിവിടെ നോക്കി എടുക്കുന്നത്. ഇതിപ്പോ എങ്ങോട്ടുണ്ട് വെക്കണം? ഇതിവിടെ എനിക്ക് വീട്ടിലിടാനുള്ള ചെരുപ്പ് സെലക്ട് ചെയ്യും. 40 ആണോ? ഇപ്പൊ വരാം. എന്നിട്ട് ഇപ്പൊ വരാം. ഇവിടെ ഒരാൾ എന്റെ കയ്യിൽ നിന്ന് ഭയങ്കര കരച്ചില്. നിനക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും പോകുന്നില്ല. ഇനിയാണ് എന്റെ വിളയാട്ടം. ഇനി ഞാൻ പോസ്റ്റ് 1.5 മണിക്കൂർ എന്തോ എടുത്തു. 1.5 മണിക്കൂർ അല്ല, ഇങ്ങോട്ട് വരണം കേട്ടോ. 2 മണിക്കൂർ എടുത്തു മൃദുലേക്ക് മൊത്തം. എനിക്ക് കുറച്ച് കമ്മലൊക്കെ. നിനക്ക് ഒരു കമ്മലും ഇല്ല. ഓടിക്കോ കണ്ടം വഴി. കണ്ടാ ചേച്ചിക്ക് തന്നെ ചിരി വരുന്നു. കമ്മൽ വേണോ? ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറക്കിയെടുത്തിട്ട്. ഏട്ടനെ ഇനി എന്തുവാ എടുത്തു പോയി. ഞാൻ എടുത്തോളാം. ഇവിടെ മെൻഷനൊന്നും ഇല്ല. ഇവിടെ ഏട്ടാ അവ ഇപ്പൊ മൈക്ക് എന്റെ മൈക്ക് തൊട്ടാ തിരിച്ചു കുത്തിയേക്കുന്നത്. എന്നാലും തൊടാൻ പറ്റത്തില്ല. ഞാൻ തുടങ്ങട്ടെ. എങ്ങനെ ഉണ്ട് ആ കോളം നേരെ പിടിച്ച്. നിന്റെ അച്ഛനെ കണ്ടോ? നിന്റെ അച്ഛനെ കൊള്ളാം. നല്ല രസമുണ്ട്. ബിസിയാ സമയമില്ല കേട്ടോ. നടക്കട്ടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തോളല്ലേ. പെട്ടെന്ന് എടുക്കണം എനിക്ക്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് താഴോട്ടൊന്ന് പോണം. ഞാൻ ആ ജ്വല്ലറി സെറ്റിലോട്ട് പെണ്ണിനെ ഇവിടുന്ന് തള്ളി കാരണത് ഇടാൻ വല്ല വഴി ഉണ്ടെങ്കിലേ. ഡ്രസ്സ് മതി, ചെരുപ്പ് മതി. ഏട്ടാ ക്യൂട്ടായിട്ടുണ്ടല്ലേ. പക്ഷെ ഗേൾസിന്റെ അവന് ഒരു ദിവസം നമുക്ക് പെങ്കൊച്ചിനെ പോലെ ഒരുക്കണം. ഒരു ദിവസമല്ലേ? ഇപ്പഴാണെങ്കിൽ പറ്റും. ഇപ്പൊ കുറച്ചൊരു ചോദിക്കും പെങ്കുഞ്ഞാണോ? കൊള്ളാം. അയ്യോ എനിക്ക് 3 ബാഗ് ഉണ്ടായിരുന്നു. 2 പക്ഷെ കുറഞ്ഞു പോയി. കുറച്ച് നേരം ഷോപ്പ് ചെയ്തോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടുത്തോ? വേണ്ട. സാധനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ ഒരു കവറി മൊത്തം ചെരുപ്പാട്ടാ. ഉച്ചക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ ഇരുട്ടി. അപ്പൊ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് എത്ര സമയം എടുത്ത് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ. കേറ്. ലഞ്ച് സ്കിപ്പ്. ഇന്നത്തെ ഡിന്നർ ലഞ്ച് സ്കിപ്പ്. ലഞ്ച് ഷോപ്പിംഗ് കൊണ്ടുപോയി. എന്തുമായിട്ടാ നമ്മൾ എപ്പോ കേറി? ഞാൻ സമയം ഇരുട്ടി.
അല്ല അവിടെ ലവ് ഗൈസ് ഇതോ കിടക്കുന്നു. ആ പട്ടി എന്തിനാ ആ പട്ടി ഒന്നും അങ്ങനെ കിടന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ. റോട്ടിൽ കിടന്ന് എന്തുകൂടാ ഏച്ചു പോയിടാ. ഗൈസ് നമ്മളിപ്പം ഡൗട്ടിലാണ് സുഹൃത്തുക്കൾ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. KFC വേണോ അതോ പിസ്സ ഹട്ട് വേണോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുമോ. എവിടെ കയറണം? KFC വേണോ പിസ്സ ഹട്ട് വേണോ? ആരോഗ്യത്തിന് കൊള്ളാവുന്നത് നീ ഒന്ന് പറ. എവിടെ ഏത് ഹോട്ടലാന്ന്? എല്ലാ ഹോട്ടലിലും അത് നീ അങ്ങ് തിന്നാ മതി. തൈര് സാധം എനിക്ക് വേണ്ട. തൈര് സാധം. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ ഗൈസ്. വേറെ ഒന്നുമില്ല. ആ ഒരു സ്റ്റാറും ആ ചന്ദ്രന്റെ അടുത്ത് തേങ്ങാപ്പൂളും KFC അവനെ നിർബന്ധം കാണിച്ച് ആ മേളത്ത് കോട്ടം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിലെ കഴിച്ചത് തന്നെ ഇതിലെ ഫ്രഞ്ച് ഫ്രൈസ്. KFC കഴിക്കാൻ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് ജഗ പുകയായിരുന്നു. എനിക്കൊന്നും അറിയാൻ വയ്യ ഗൈസ്. പിന്നെ അവനെ ഭയങ്കര നിർത്താതെ നോൺ സ്റ്റോപ്പ് കരച്ചിലായിരുന്നു. ഞാൻ KFC കൊണ്ട് ഓടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മൃദുല കാറിനകത്ത് ഫീഡ് ചെയ്യണം. പിന്നെ ഞാൻ കൈ എഴുവാതെ ഞാൻ കൂടെ പോയി കേറണ്ട. പാഴ്സൽ മാറ്റിട്ട് വീട്ടിൽ വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ കഴിക്കാനും പറ്റിയില്ല, ആസ്വദിച്ച് തിന്നാനും പറ്റാത്ത അവസ്ഥയായിട്ട്. പിന്നെ ലാസ്റ്റ് പാഴ്സൽ എടുത്ത് കഴിച്ചു. മൃദുലൊക്കെ ഉള്ളത് മൃദുലയ്ക്കും കൊറേയൊക്കെ വാരി കൊടുത്തു. പക്ഷെ വാരി കൊടുത്തില്ല. ഇല്ല നിനക്കൊരു കാര്യം അറിയോ? നിനക്കൊരു കാര്യം അറിയോന്ന്? സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് ഹായ് പറ. ഹായ് ഗായ്സ് പറ. ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. നിന്റെ ചട്ടമ്പിത്തരം കാണിക്കേ. ചട്ടമ്പിത്തരം കാണിക്കടാ. എടാ ചട്ടമ്പിത്തരം കാണിക്കേ. ബ്ലൂം അടിക്കൂ. ബ്ലൂം പറ. എടാ അന്തം വിട്ട് കുന്തം വീണൊക്കെ പറ്റുന്നില്ല. എന്തോ വലിയ ആലോചനയിലാണല്ലോ. എന്തോ പറ്റി? സീനായി. എന്ത് വലിയ ആലോചനയാണല്ലോ താങ്കൾക്ക് എന്ത് പറ്റി? ക്യാമറ തന്നെ നോക്കുന്നത്. പക്ഷെ നീ മൂഡ് മാറിയിരിക്കുക. നീ കാരണം നിന്റെ അമ്മച്ചിക്ക് KFC തിന്നാൻ പറ്റിയില്ല. നമ്മൾ ധൃതി എടുത്ത് വരേണ്ടി വന്ന്. നീ വീടിനകത്ത് കയറിയപ്പോ നിന്റെ എല്ലാ പ്രശ്നവും തീർന്ന്. നിനക്കപ്പോ ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. വീടിനകത്ത് കയറിയപ്പോ നിന്റെ കള്ളത്തരം ഇല്ലായിരുന്ന നീ അപ്പൊ കാണിച്ചത്? മനഃപൂർവ്വം അല്ലായിരുന്ന നീ? മനഃപൂർവ്വം അല്ലായിരുന്നോ? നിനക്കപ്പൊ ഒരു നിർബന്ധവും വീടിനകത്ത് കയറിയപ്പോ ഒരു നിർബന്ധവും ഇല്ലായിരുന്നല്ലേ? എടാ നാക്ക് നീട്ടി കാണിക്കാനല്ല പറഞ്ഞ. നീ ചെയ്തത് നല്ലതാണോ? ഒരു ഉമ്മ വരുമോ? തരത്തില്ല. തരോ? ഉമ്മ തരോ? ഉമ്മ തരൂ. ഉമ്മടണ്ടേ എന്റെ വാവ. എനിക്ക് ഉമ്മടണ്ടേ. അമ്പ എനിക്ക് ഉമ്മ തന്നേ. അമ്പോട്ട് എനിക്ക് ഉമ്മ തന്നേ. ഉറക്കത്തിലെ ചിരി കാണണോ? നോക്കിക്കോണേ. സ്വപ്ന നാളെ ഭയങ്കര സ്വപ്നത്തില. നീ ഏത് പെണ്ണുമായിട്ട് അവിടെ കപ്പിൾ? ചിരി. നീ ഏത് പെങ്കച്ചോടെ കപ്പിൾ ഡാൻസ് കളിക്കുന്നേ? അയ്യടാ. അത് പറഞ്ഞപ്പോഴേ ചിരിച്ചു. അവിടെ വിളയാട് ഡാൻസ് കളിക്കും. അവിടെ സ്വപ്നത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ചിരി. ഡാൻസ് നമ്മൾ ഡാൻസ് ആണേ. ഭയങ്കര ചിരിയുടെ ഇവിടെ ചിരി.
ഇതിനെ തെറ്റിച്ച സ്റ്റെപ്പ് എന്തുമായിരിക്കും? അതെന്ത് സ്വന്തമായിരിക്കും കാണുന്നത് എപ്പോഴും? ഒരേ സമയം കരയും ചിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞു പിള്ളേർ എന്തൊക്കെയായിരിക്കും കാണുന്നേ? ഉറങ്ങുമില്ലേ? എന്തോടെ വയറിലൊക്കെ കെട്ടി വെച്ചോണ്ട് ഓടുന്നു? രാത്രി ഉറക്കമൊന്നുമില്ലേ? KFC കേട്ടിട്ടല്ലേ വന്ന് ഇപ്പൊ എന്തിനാ മാഗി തന്നെയാണ്? വല്ലാത്ത വയറ് തന്നെ കേട്ടോ. ഇത് അണ്ടാവാടെ ഇത്. മൃദുല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെടുത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. പോവോ? സ്വന്തമായിട്ട് തലക്കടിക്കുന്ന എന്ത് പറ്റി? എന്ത് പ്രശ്നം? എന്തോ നിന്റെ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്തോ നിങ്ങളുടെ? പാല് തരുന്നില്ലേ? നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് ബുദ്ധിമുട്ട്? പറയൂ. അച്ഛനടുത്ത് പറ. അച്ഛൻ കേക്കട്ടെ. പറ മക്കള് പറ. പറയ്. ഒന്നും പറയാനില്ല നിങ്ങൾക്ക്. ഒന്നും പറയില്ല ഇപ്പൊ? ഒന്നും പറയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിത് ഈ വ്ളോഗും ഒന്നും പറയില്ലാതുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഹാപ്പി ആയിട്ട് ഈ വ്ളോഗ് എന്ത് ചെയ്യില്ല കൂട്ടാ. സിംഗിളാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നീറുള്ള കാണുന്നവരെ